പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും അങ്കമലയുടെ ഈ ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു പരാജയത്തിലേക്ക് നീങ്ങിയില്ല എന്നുള്ള വാർത്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ആദ്യത്തെ ദിവസം ചിത്രത്തിന് പലരും തിയേറ്ററിൽ കാണാൻ സാധിച്ചില്ല, തിയേറ്ററുകളിൽ ഷോ ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ആ സിനിമയെക്കുറിച്ച് ഇട്ടിരുന്നു. ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ വെച്ച് ക്ലാസിക് എന്ന് തന്നെ എല്ലാവരും വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ചില മമ്മൂട്ടി ഹേറ്റേഴ്സ് ഈ ഒരു സിനിമയെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തു. കാരണം തൊട്ടു മുമ്പ് വന്ന മമ്മൂക്ക ചിത്രങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്, വാസ്തവമാണ്. അതിന് കാരണവുമുണ്ട്. കാരണം അതെല്ലാം തന്നെ ഒരിക്കലും ഒരു റിലീസിന് വേണ്ട മെറ്റീരിയലുകളായിരുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം കാലഘട്ടത്തിനനുസരിച്ച് എന്നും നിലനിൽക്കുന്ന സിനിമകൾ ഒരുപാടുണ്ട് മമ്മൂക്കയുടെ. നമുക്കറിയാം, ന്യൂഡൽഹിയും അമരവും അതുപോലെ സാമ്രാജ്യവും അത്തരത്തിലുള്ള സിനിമകൾ, രാജമാണിക്യം, ബിഗ് ബി, അങ്ങനെയുള്ള സിനിമകളിലേക്കാണ് ആളുകൾ നോക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ സിനിമ മമ്മൂട്ടിയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമാണെന്നും ചന്തു എന്ന കഥാപാത്രത്തെ അദ്ദേഹം എങ്ങനെയാണ് അവതരിപ്പിച്ചതെന്നും അതിന് അദ്ദേഹത്തിന് കിട്ടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കാണാപ്പാടെ അറിയുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. ഈ സിനിമ റീമാസ്റ്റേർഡായിട്ട് അവർ വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിച്ചിരിക്കുകയാണ്. ആവനാഴി എന്ന സിനിമയ്ക്ക് പറ്റിയതുപോലുള്ള അബദ്ധം ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടില്ല. ആവനാഴിയുടെ റീമാസ്റ്റേർഡ് വെർഷനാണെന്നൊക്കെ പറഞ്ഞ് പക്ഷെ നടന്നത് നേരെ തിരിച്ചാണ്. സിനിമയ്ക്ക് തിയേറ്ററുകളും ഉണ്ടായിരുന്നില്ല, ആളുകൾക്ക് അത് കാണണമെന്നുള്ള വലിയ ആകാംക്ഷയും ഉണ്ടായിരുന്നില്ല. ടിപ്പിക്കൽ മാസ് മസാല സിനിമ എന്നതിന് അപ്പുറമൊന്നും ആ സിനിമയെ ആരും തന്നെ വിലയിരുത്തിയിരുന്നില്ല. എന്നാൽ ഇതൊരു ക്ലാസിക് സിനിമയാണ്. ക്ലാസിക് സിനിമകൾക്ക് എപ്പോഴും ജീവനുണ്ട്. സിനിമ വളരെ കാലം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 36 വർഷങ്ങളോളം ആകാൻ പോവുകയാണ് സിനിമ വന്നിട്ട്. എന്നിട്ടും ഈ സിനിമ കാണാൻ ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൃശ്ശൂർ രാഗത്തിൽ വീണ്ടും നമ്മളാരും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ, തൃശ്ശൂർ ടൗണിലൊന്നും സിനിമ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ ആകെ ശോഭ സിറ്റിയിലെ ഇനോക്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഇവിടെ തൃശ്ശൂർ രാഗത്തിൽ സിനിമ കാണണം എന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അത് സിനിമ തൃശ്ശൂർ രാഗത്തിലെത്തി. വലിയ ആളുകളുടെ പിന്തുണ ഈ സിനിമയ്ക്കുണ്ട്, വൻ പിന്തുണയാണുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമ ഇവിടെ വലിയൊരു വിജയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ആളുകൾ സിനിമ കാണാൻ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയും ഷോ കൗണ്ട്സ് കൂട്ടും. ഇത് പ്രൈം ടൈമിലാണ് തൃശ്ശൂർ രാഗത്തിൽ. സാധാരണ അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള റിലീസ് സിനിമകൾ വെക്കാറില്ല. ഞാൻ കണ്ടതിൽ വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ റിലീസിന് വേണ്ടിയിട്ട്. ലാലേട്ടൻ്റെ ആണെങ്കിൽ ഞാൻ 2 സിനിമകളാണ് കണ്ടത്. സ്ഫടികവും അതുപോലെ മണിച്ചിത്രത്താഴും കണ്ടു. ദേവദൂതൻ കാണാൻ എനിക്ക് സാധിച്ചില്ല, പക്ഷേ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് ഒരിക്കൽ പണ്ട് കണ്ടിട്ടുള്ളതാണ്, എങ്കിലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ 3 സിനിമകളും അത്യാവശ്യം നല്ല റണ്ണിങ് കിട്ടിയിട്ടുള്ള സിനിമകളാണ്. സ്ഫടികം ആദ്യത്തെ ഷോ തന്നെ കണ്ടതാണ്.